മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്ന എപ്പിസോഡ്. എന്തായാലും നമ്മളുടെ വാമദേവനെ ആണെങ്കിൽ ഈ പ്രതാപൻ സത്യങ്ങളൊക്കെ വിളിച്ചു പോകുന്നത് ഓർത്തിട്ട് കിടന്നിട്ടാണെങ്കിൽ ഉറക്കമില്ല. അതുപോലെ തന്നെ കണ്ണനോട് സത്യങ്ങൾ പറയണതായിട്ട് സ്വപ്നം കാണുന്നുണ്ട്. അതേസമയം ആ സ്വപ്നത്തിൽ തന്നെ കണ്ണനി വാമദേവനെ കൊല്ലാൻ വരുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കണ്ട് വാമദേവൻ ശ്രീമന്തിനിയോട് കാര്യങ്ങൾ പറയുമ്പം ശ്രീമന്തിനി പറയുന്നുണ്ട്, ഇതിന് ദൃക്സാക്ഷിയായിട്ടുള്ളത് മഹാലക്ഷ്മി അല്ലേ, അവളെ അങ്ങോട്ട് കൊന്നുകളാന്ന്, എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ജയിലിൽ പോകാലോ എന്നൊക്കെ പറഞ്ഞ് ഈ വാമദേവനെ പരിഹസിക്കുന്ന സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ വട്ടുപിടിച്ച് ഇങ്ങനെ കിടന്ന് പറയണത് കൊണ്ട് എനിക്കൊരു സമാധാനമില്ല, ഞാനൊന്ന് അവനെ പോയി കണ്ടിട്ട് വരട്ടെ, അവൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രതാപൻ്റെ ശല്യം സഹിക്കാൻ പറ്റാണ്ട് ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, എനിക്ക് സത്യങ്ങളെല്ലാം കണ്ണനോട് പറയണം, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഫോൺ വിളിച്ചത്, എന്നിട്ട് നിങ്ങൾ ആ ഫോൺ വാങ്ങിയെടുത്തില്ലേ, ആ ഫോൺ എനിക്ക് താന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപന് ഒരു തല്ലും കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ആകെ വിഷമിച്ച് വെളിയിലിരിക്കുന്ന സമയത്താണ് നമ്മളുടെ വാമദേവൻ അങ്ങോട്ട് വരുന്നത്. വാമദേവൻ പുറത്തുനിന്ന് നടന്നു വരുമ്പോൾ തന്നെ കാണുന്നുണ്ട് പ്രതാപൻ്റെ അമ്മ സങ്കടപ്പെട്ടിങ്ങനെ പുറത്തിരിക്കുന്നതായിട്ട്. അടുത്തേക്ക് ചെന്നതും നീ അറിഞ്ഞോ, നീ വാന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രതാപൻ്റെ അമ്മ ഈ വാമദേവനെ വിളിക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ അവൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം എങ്ങനെയുണ്ടെന്നോ, അവൻ്റെ കൂടെ ഇരിക്കേണ്ട ഞാനിപ്പോൾ അവനെ പേടിച്ചിട്ട് വെളിയിലേ ഇരിക്കണേ, നീ ഒറ്റൊരുത്തൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എൻ്റെ മോനെ ഈ അവസ്ഥയിലാക്കിയത് നീ, എന്നിട്ടിപ്പോൾ നീ സുഖിച്ച് നടക്കാമല്ലേ, നീ അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. എന്തായാലും പ്രതാപൻ കണ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് കണ്ണനോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഫോൺ വാങ്ങിയെടുത്തു, അതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ കണ്ണന് എന്തെങ്കിലും സംശയം തോന്നി കണ്ണനും ഇങ്ങോട്ട് വരുമെന്നൊന്നും അറിയില്ല എന്ന്. അന്നേരം ഈ വാമദേവൻ പറയുന്നുണ്ട്, ഒരിക്കലും കണ്ണൻ സത്യങ്ങൾ അറിയരുത്, കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ എന്നെ അവൻ ജീവനോടെ വെച്ചേക്കില്ല. കണ്ണന് വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനായിരുന്നു, ഉണ്ണിയെക്കൂട്ടൊന്നും അല്ല. ഉണ്ണിക്ക് അച്ഛനോടോ അമ്മയോടോ ആരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല, അവനക്ക് സ്വത്തിനോടും പണത്തിനോടും മാത്രമേ ആർത്തിയുള്ളൂ. പക്ഷെ കണ്ണന് അങ്ങനെയല്ല, കണ്ണന് രക്തബന്ധങ്ങൾ വില കൽപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ മരിച്ച അന്ന് തൊട്ട് ഏത് ലോറി കണ്ടാലും അവൻ ആ ലോറിക്ക് കല്ലെറിയുമായിരുന്നു, ആ ലോറിക്കാരനെ അച്ഛനെ കൊന്നേന്നും പറഞ്ഞ്. ഇനിയിപ്പോൾ പ്രതാപനെ അത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ക്ഷമിക്കില്ല, അവൻ പ്രതാപനെ ജീവനോടെ കത്തിക്കുമെന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, പ്രതാപനെ മാത്രമല്ലടാ നിന്നെയും അവൻ കത്തിക്കും, അതിലൊരു സംശയമില്ല എന്ന് പറയുമ്പം ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവനെ എത്രയും പെട്ടെന്ന് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം, ഇല്ലെങ്കിൽ ഇവൻ എല്ലാവരോടും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്ക് വയസ്സുകാലത്ത് ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇപ്പം അവനെ ഒരു ഡോക്ടറെയും കാണിക്കാൻ പറ്റില്ല, അവൻ്റെ കാല് അനക്കാൻ വയ്യാണ്ട് കിടക്കല്ലേ, കാല് ഭേദമായിട്ട് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാമെന്നാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞ്. പിന്നീട് പ്രതാപൻ്റെ അമ്മ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഈ വാമദേവനോട് പറയുന്നുണ്ട്, മാർക്കോ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന്. അന്നേരം വാമദേവൻ ചോദിക്കുന്നുണ്ട്, മാർക്കോ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം വേറെ എങ്ങനെയാ, അവനിവിടെ പ്രതാപനെ കാണാൻ വന്നിരുന്നു, ഈ പ്രതാപൻ മഹാലക്ഷ്മിയെ കണ്ണനെയും കൊല്ലാൻ പോയ വിവരം അവനെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അവനെ അറിയണേന്ന് ചോദിക്കുമ്പോൾ എനിക്കതാ മനസ്സിലാവാത്ത, അവനെന്തോ ഒരു ദൈവിക ശക്തിയുണ്ട്, അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അവനത് പെട്ടെന്ന് തന്നെ അറിയണത്. എന്നിട്ടിവിടെ പ്രതാപനെ കാണാൻ വന്നപ്പം പ്രതാപൻ വിശ്വനാഥനെ കൊന്ന കാര്യവും വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് നീയാന്നുള്ള കാര്യമൊക്കെ മാർക്കോയോട് പറഞ്ഞിട്ടുണ്ട്, മാർക്കോ അത് കണ്ണനോട് പറയാതിരിക്കൂല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ചതിച്ചല്ലോ ഭഗവാനെ, ഇനി എന്ത് ചെയ്യും, ഈ പ്രതാപൻ ഇതുപോലൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ, ഇനി ഇവനെ എന്താ ചെയ്യണേന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ ഈ പ്രതാപൻ്റെ കോള് കട്ടായതും ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, അയാളിപ്പോൾ എന്തിനായിരിക്കും എന്നെ വിളിച്ചത്, എന്തായാലും അയാളിപ്പോൾ ആസ്പത്രിയിലാണെന്നല്ലേ പറഞ്ഞ്, എന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും അയാളുടെ കയ്യിൽ നിന്ന് ആരോ ഫോൺ വാങ്ങിയെടുത്തിട്ടുണ്ട്, അയാളുടെ അമ്മയായിരിക്കും. അയാൾ ഫോണിനായിട്ട് ബഹളം വെച്ചിട്ടും അവർ ഫോൺ കൊടുക്കാതെ ഇരിക്കുകയായിരുന്നു, എന്തോ ഒരു രഹസ്യം അയാൾക്ക് എന്നോട് പറയാനുണ്ടെന്നാണ് പറഞ്ഞ്. എന്തായാലും അയാൾ ഒന്ന് പോയി കാണാം, അതിനു മുമ്പ് മഹിയെ വിളിച്ച് വിവരം പറയാമെന്നും പറഞ്ഞ് ഫോണെടുത്ത് മഹാലക്ഷ്മിക്ക് വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണൻ്റെ ഫോൺ എടുത്തതും എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് പ്രതാപൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം, താൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല കണ്ണേട്ടൻ പോയിട്ട് വാ, ഇപ്പം എന്തിനാ കണ്ണേട്ടൻ അങ്ങോട്ട് പോണേ, അയാളെയൊക്കെ നമ്മൾ കാണേണ്ടതുണ്ടോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം അതെന്താ താൻ അങ്ങനെ ചോദിച്ചാൽ, ഇന്ന് പ്രതാപൻ എന്നെ വിളിച്ചിരുന്നു, എന്നോട് എന്തോ ഒരു അത്യാവശ്യ കാര്യം അയാൾക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അയാൾ സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അയാളുടെ അമ്മ അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയെടുത്തു, എന്തോ ഒരു കാര്യം അയാൾക്ക് എന്നോട് പറയാനുണ്ട്, എന്തായാലും ഞാനൊന്ന് നേരിട്ട് പോയി കണ്ടിട്ട് വരാമെന്ന് പറയുമ്പം മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്.
കാരണം വേറൊന്നുമല്ല, മഹാലക്ഷ്മിക്ക് കണ്ണൻ ഇന്ന് തന്നെ സത്യങ്ങൾ അറിയുന്നുള്ള കാര്യം ബോധ്യമാവുന്നുണ്ട്. എന്തായാലും പ്രതാപനെ കാണാൻ ചെന്ന് കഴിയുമ്പം പ്രതാപൻ സത്യങ്ങൾ പറയാതിരിക്കില്ലല്ലോ. ഇനി എന്ത് ചെയ്യും ഭഗവാനെ, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. കണ്ണേട്ടനിൽ നിന്നും ഇത്രയും കാലം ആ രഹസ്യം ഞാൻ മറച്ചു വയ്ക്കുമായിരുന്നു എന്ന് കണ്ണേട്ടനെ അറിഞ്ഞാൽ കണ്ണേട്ടൻ എന്നെ വെറുത്തു പോകുമല്ലോ. കണ്ണേട്ടൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ജീവനല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയും കരുണേനെയാണ്. ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ആസ്പത്രി കിടന്നിട്ട് നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, എന്താ പറയാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം എപ്പോഴും അച്ഛൻ ഇത് തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്ന ഉണ്ണിയേട്ടാ. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും നിൻ്റെ അച്ഛൻ്റെ ആ കിടപ്പൊന്ന് കാണാൻ ഞാൻ ആസ്പത്രിയിലേക്ക് വരുന്നുണ്ട്, നമുക്കൊന്ന് ആസ്പത്രി വരെ പോയാലോ എന്ന് ചോദിക്കുമ്പം കരുണ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ ഉണ്ണിയേട്ടാ, ഇപ്പം നമ്മൾ ആസ്പത്രി പോകേണ്ട കാര്യമൊന്നുമില്ല, അവിടെ മുത്തശ്ശി ഉണ്ടല്ലോ എന്ന്. കരുണയുടെ മനസ്സിലെ ചിന്ത മൊത്തം ഉണ്ണീനെ കണ്ടു കഴിയുമ്പോൾ ഈ പ്രതാപനെങ്ങാനും ഈ വിശ്വനാഥനെ കൊന്ന കാര്യം പറഞ്ഞാൽ ഉണ്ണി കരുണയായിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് കരുണയ്ക്ക് ഈ ഉണ്ണിയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നല്ല പേടിയുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് പിന്നെ പോവാം ഉണ്ണിയേട്ടാ, ഇപ്പം പോകണ്ടെന്ന് പറയുമ്പോൾ അതെന്താ നീ ഇങ്ങനെ പറയണ, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെ ആസ്പത്രി കിടന്നിട്ട് ഞാൻ പോയില്ല എന്നും പറഞ്ഞായിരിക്കുമല്ലോ നീ വഴക്കുണ്ടാക്കണേന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കണില്ല, എന്തായാലും നമുക്ക് പിന്നെ പോകാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ആരെയോ കൊന്നു എന്നും പറഞ്ഞ് ആസ്പത്രി കിടന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് പറയണ കേട്ടുല്ലോ, ആരെ കൊന്ന കാര്യമായിട്ട് പറയണേന്ന് ചോദിക്കുമ്പം കരുണയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഉണ്ണിയേട്ടനോട് ആരാ ഇത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ഇവിടെ അമ്മ പറയണ കേട്ടതാ, നിൻ്റെ അച്ഛൻ ആരെയോ കൊന്നു എന്നും പറഞ്ഞ് വരുന്നവരോടും പോകുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നിൻ്റെ അച്ഛൻ ആരെയോ കൊന്നേക്കണേ, ഇനി നിൻ്റെ അച്ഛൻ കൊന്നത് എൻ്റെ അച്ഛനെ എങ്ങാനും ആണോ, നിൻ്റെ അച്ഛനക്കും പണ്ട് ലോറി ആയിരുന്നല്ലോ, അത് മാത്രമല്ല നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ അത്യാവശ്യം കൊള്ളരുതായ്മയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങി എൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും കരുണയാണെങ്കിൽ ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്നത് എൻ്റെ അച്ഛനാന്ന് പറഞ്ഞാൽ ഉണ്ണിയേട്ടനും ഇവിടുത്തെ അമ്മയൊക്കെ എങ്ങനെ പ്രതികരിക്കും. ഇപ്പം അമ്മയ്ക്കൊക്കെ എന്നെ വലിയ കാര്യമാണ്, പക്ഷേ ആ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല, മിക്കവാറും എല്ലാവരും ചേർന്ന് തന്നെ അടിച്ചുവിടുന്ന് ഇറക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട്, എന്തൊക്കെയാ പ്രതാപ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ, നീ എന്തിനാ കണ്ണന് ഫോൺ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കണ്ണന് ഫോൺ ചെയ്ത് എന്തിനാണോ, അവൻ്റെ അച്ഛനെ കൊന്നത് ഞാനാന്നുള്ള സത്യം അവനോട് പറയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ ചെയ്തതെന്ന് പറയുമ്പം ഈ വാമദേവൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു പ്രതാപ നീ എന്നെ ചതിക്കല്ലേ, എനിക്കിപ്പോൾ ജയിലിൽ പോയി കിടക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ നീ ജയിലിൽ കിടക്കണോടാ വാമദേവ, ഒരു കാര്യമില്ലാണ്ടല്ലേ നീ ആ പാവം വിശ്വനാഥനെ കൊന്നത്, അതും നീ എൻ്റെ കൈ കൊണ്ടല്ലേടാ ചെയ്യിച്ചത്, നീ അന്ന് എനിക്ക് എത്ര പൈസയാണ് അതിനു വേണ്ടി തന്നത്, അന്ന് എനിക്ക് പൈസയ്ക്ക് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്തത്, എന്നാലും ഞാൻ ഓർത്തില്ല ഇത്രയും പാവമായ ഒരു വിശ്വനാഥനെയാണ് ഞാൻ കൊല്ലാൻ പോണേന്ന്, എന്നിട്ട് നീ സുഖമായിട്ട് ജീവിക്കുമല്ലേടാ വാമാന്ന് ചോദിക്കുമ്പം എൻ്റെ പ്രതാപം അത് സംഭവിച്ചു പോയില്ലേ, സംഭവിച്ചിട്ട് 10-20 വർഷങ്ങളായി, ഇനി അതും പറഞ്ഞ് നമുക്ക് കേസും പൊക്കാറുമായിട്ട് നടക്കാൻ പറ്റുമോ, ഇതെങ്ങാനും കണ്ണൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും അവൻ്റെ കൂട്ടുകാരനും വക്കീല, ഒരിക്കലും അവർ നമ്മളെ വെറുതെ വിടില്ല എന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട്, അതിനെന്താടാ വാമ, ഇത്രയും നാൾ നീ സുഖമായിട്ട് ജീവിച്ചില്ലേ, ഇനി നമുക്ക് രണ്ടുപേർക്കും ജയിലിൽ പോയി കിടക്കാടാ, എനിക്കതിന് ഒരു പ്രശ്നമില്ല, എന്തായാലും ഞാൻ കണ്ണനെ സത്യങ്ങൾ അറിയിക്കും. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, കേട്ടില്ലടാ, കണ്ണനോട് സത്യങ്ങൾ പറയണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നാമതേ അവൻ ഫോൺ ചെയ്തപ്പോൾ കണ്ണൻ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും, അതുകൊണ്ട് മിക്കവാറും കണ്ണൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, കണ്ണൻ ഇങ്ങോട്ട് വന്ന് പ്രതാപനെ കണ്ടു കഴിഞ്ഞാൽ പ്രതാപൻ സത്യങ്ങൾ പറയും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല, കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രതാപൻ്റെയും എൻ്റെയും കാര്യത്തിലൊരു തീരുമാനമാവും, പിന്നെ ഞങ്ങൾ ജീവനോടെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കണ്ണനായിരിക്കും, അല്ലെങ്കിൽ തന്നെ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടി ആരെ വേണമെങ്കിലും കൊല്ലാൻ റെഡി ആയിട്ടാണ് ആ മാർക്കോ നടക്കണേ, കണ്ണൻ്റെ ഒരു വാക്ക് കിട്ടിയാൽ മതി അവൻ ഞങ്ങളെ രണ്ടുപേരെയും തീർത്ത് കളയുന്നു. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് ശരിയാണ് മാമ, എന്തായാലും നീ കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായേ, അതുകൊണ്ട് ഇത് പരിഹരിക്കേണ്ടത് നീ തന്നെയാന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ പരിഹരിക്കുമെന്നാണ് പറയണേ, ഇത്രയും നാളും ആരും അറിയാതിരുന്ന കാര്യം പോലീസ് അന്വേഷണം വരെയും തേഞ്ഞു മാഞ്ഞു പോയതാ, എന്നിട്ട് 10-20 വർഷങ്ങൾക്ക് ശേഷം ഇത് കുത്തിപ്പൊക്കിയത് ഈ പ്രതാപൻ തന്നെയല്ലേ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഇവൻ ചെയ്യണേന് ഇവൻ അനുഭവിച്ചോളൂ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എന്നാലും സ്വന്തം പെങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ നിനക്ക് എങ്ങനെ തോന്നിയിട വാമ, സ്വത്തിന് വേണ്ടിയിട്ടല്ലടാ നീ അങ്ങനെ ചെയ്തേ, അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും കണ്ണനോടും ഉണ്ണിയോടും ഇവരോടും പറയുന്നത് പറയണം. അന്നേരം വാമദേവനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഞാൻ പോവാന്നും പറഞ്ഞു പോകുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോയെന്ന് വിചാരിച്ച് രക്ഷപ്പെടുകയൊന്നുമില്ല, ഇത് ഉണ്ണിയും കണ്ണനും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവരെന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റൂല എന്ന്. അങ്ങനെ നമ്മളുടെ വാമദേവനാണെങ്കിൽ പോകാനായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ കണ്ണൻ്റെ കാർ അങ്ങോട്ട് വരുന്ന കാണുന്നുണ്ട്. കണ്ണൻ്റെ കാറ് കണ്ടതും വാമദേവനാണെങ്കിൽ പതിയെ മാറി നിൽക്കുന്നുണ്ട്.
കണ്ണനാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെ വാമദേവൻ നോക്കുന്ന സമയത്ത് കാറിൽ നിന്നും കണ്ണൻ വീൽ ചെയറിൽ ഇറങ്ങി വരുന്ന കണ്ടിട്ട് വാമദേവൻ അയ്യോ ഭഗവാനെ ചതിച്ചല്ലോ, ഇതിപ്പോൾ പ്രശ്നമാവുമല്ലോ, ഇനി പ്രതാപനെ കാണാൻ തന്നെയായിരിക്കും അവൻ വന്നെ, പ്രതാപനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാവുമല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേഗം തന്നെ ഓടിപ്പടിച്ച് പ്രതാപൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. വീണ്ടും വാമദേവൻ തിരിച്ചു വന്നെ കണ്ടിട്ട് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ വാമ നീ പോയില്ലേ, ഇനി ആരെങ്കിലും കൊല്ലാൻ പ്ലാൻ ചെയ്യാൻ വന്നതാണോടാന്ന് ചോദിക്കുമ്പം അതല്ല, ആ കണ്ണൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ. അന്നേരം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് കണ്ണൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ, കണ്ണൻ എന്തിന് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ അത് ഇവൻ വിളിച്ചില്ലായിരുന്നോ, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നെ. എന്തായാലും കണ്ണനോട് സംസാരിക്കാൻ പ്രതാപനെ സമ്മതിക്കരുത്, കണ്ണനും പ്രതാപനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രതാപൻ കണ്ണനോട് സത്യങ്ങൾ പറയും. അപ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എന്തെങ്കിലും പറഞ്ഞ് കണ്ണന് ഇവിടുന്ന് തിരിച്ച് പറഞ്ഞു വിട്, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ, എന്തായാലും ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് വാമദേവനാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ ഈ കാണിക്കണേ, കണ്ണൻ ഇങ്ങോട്ട് വരുന്നതല്ലേ, എന്നെ കാണാൻ വരുന്നത് അവൻ, എന്നെ കാണാൻ വരുന്നവരെ നിങ്ങൾ എന്തിനാ തിരിച്ചു വിടുന്നത്, അവൻ വന്നിട്ട് വേണം എനിക്ക് സത്യങ്ങളൊക്കെ ഒന്ന് പറയാൻ, ഞാൻ അവനോട് ആ സത്യങ്ങളൊക്കെ ഒന്ന് പറയട്ടേന്നേ, അവൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നും അതിന് പൈസ തന്നത് വാമദേവനും എന്നുള്ള സത്യം ഞാൻ അവിടെ പറയട്ടെ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ ആസ്പത്രിയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ നേരത്താണ് വാമദേവൻ കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലണേ. എന്നിട്ട് കണ്ണ നീ എന്താടാ ഇവിടെയെന്ന് ചോദിക്കുമ്പം ആ പ്രതാപൻ എന്നെ വിളിച്ചായിരുന്നു, അയാൾക്ക് എന്തോ ഒരു അത്യാവശ്യ കാര്യം എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു, അതെന്താന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. അത് കേട്ടതും നമ്മളുടെ വാമദേവനാണെങ്കിൽ ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡ് കൂടി നമ്മളുടെ കണ്ണൻ അച്ഛനെ കൊന്നത് ആരാന്നുള്ള സത്യങ്ങൾ അറിയും. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനുമായിട്ടും ചെറിയ ഇഷ്ടക്കേടുകളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.